സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള പൂക്കി CMന്റെ ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തിയതിനെ പറ്റി ഒരുപാട് വാർത്തകൾ പല മുഖ്യധാരാ മാധ്യമങ്ങളും പങ്കുവച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഞാൻ ശ്രദ്ധേയമായിട്ട് കണ്ടത് കൈരളി ടിവിയാണ്. ഞാൻ ഈ കൈരളി ടിവിയെ മാത്രം വെച്ചുകൊണ്ട് പറയുന്നതല്ല, 24 ന്യൂസും അതിനുശേഷം ഈ ഒരു വാർത്ത പങ്കുവെക്കുകയുണ്ടായി. 24 ന്യൂസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം സന്ദർശനം ജനങ്ങളുടെ ദർശനം തടസ്സപ്പെടുത്തി പരാതിയുമായി ബി ജെ പി പരാതിയുമായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്തിന്റെ പേരിലാണെന്നും എങ്ങനെയുള്ള കാര്യങ്ങളാണെന്നും ഒക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു വീഡിയോ കാണാൻ ഇടയുണ്ടായത് കൈരളി TV വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് നേരെ ബാക്കി വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബസമേതം ചെറിയ കുട്ടികളടക്കം 4 വയസ്സുള്ള കുട്ടിയടക്കം ഗുരുവായൂർ പോയതാണ്. രാത്രി 11 മണി തൊട്ട് ഞങ്ങൾ ആ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് രാവിലെ 7:20 വരെ ഞങ്ങൾക്ക് ഒരു ദർശനം കിട്ടിയില്ല എന്നുള്ളതാണ്. എത്ര ബുദ്ധിമുട്ട് കണ്ടില്ലേ, രാത്രി മുതൽ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് രാവിലെ ആയപ്പോൾ പോലും ഞങ്ങൾക്കൊരു ദർശനം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യമായിട്ടാണ്, ഒരു പരാതിയുമായിട്ടാണ് ഒരു യുവതി ഈ ഒരു ഓഡിയോ സന്ദേശം അയച്ചു കൊടുത്തിരിക്കുന്നത്. അത് പങ്കുവച്ചിരിക്കുന്നത് കൈരളി TV ആയതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു ചാനലാണ് കൈരളി TV എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് അവരെ കുറ്റം പറയുന്നില്ല. അല്ലെങ്കിൽ കൈരളി TV പറഞ്ഞതെല്ലാമാണ് ശരിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ CM, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള പൂക്കി CM ആയിട്ടുള്ള VD സതീശൻ ജി, അദ്ദേഹം സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ സമയത്തും അതിന് മുൻപ് ഉള്ള സമയങ്ങളിലുമൊക്കെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. എന്താണ്? അതായത്, ഞാൻ പോകുന്ന സമയങ്ങളിൽ എനിക്ക് അകമ്പടിയായിട്ട് 10, 20 വണ്ടികളോ 40 വണ്ടികളോ ഒന്നും വേണ്ട. പിണറായി വിജയൻ പൊയ്ക്കൊണ്ടിരുന്നത് 40 വണ്ടികളുടെ അകമ്പടിയോടുകൂടിയാണ്. എനിക്ക് അങ്ങനെയുള്ള വണ്ടികളൊന്നും വേണ്ട. മുൻപുണ്ടായിരുന്നവർ എന്തും ചെയ്തോട്ടെ, ഞാൻ അതിൻ്റെ തുടർച്ചയല്ല ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയും എനിക്ക് ഒരുപാട് വാഹനങ്ങളുടെ അകമ്പടി വേണ്ട. ജനങ്ങളാണ് എൻ്റെ കാവൽക്കാർ. ആ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പോലീസിൻ്റെ ഒന്നും ആവശ്യം വേണ്ട. പിന്നെ അത് തന്നെയല്ല, ഞാൻ ഇത്രയും വാഹനങ്ങളുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് ജനങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാവും. ജനങ്ങൾ വിചാരിക്കും, ഇവൻ എന്തൊരു വൃത്തികെട്ടവനാണ്, ഇവൻ എന്തിനാണ് ഇങ്ങനെ പോകുന്നത്, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ജനങ്ങളുടെ മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയും എനിക്ക് അത്രയും വാഹനങ്ങളൊന്നും വേണ്ട. കറുത്ത വാഹനം തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ, വെള്ളയാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചോളാം, പുതിയ വാഹനങ്ങളൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞൊരു VD സതീശൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ നല്ല തിരക്കുണ്ടാവും. അതെല്ലാം മനസ്സിലാക്കിയിരുന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒന്നും ചെയ്യാതെ അവിടേക്ക് പോയതിനെ മാത്രമേ ഞാൻ തെറ്റ് പറയുന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാവുന്ന ഒരു കാര്യം സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് കൂടിയും അത് ചെയ്യാനായിട്ട് എന്തിനാണ് മുന്നിലേക്ക് നിന്നതെന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് അവിടെ പോകണ്ടേ എന്ന് നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. പോകുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. അയാൾക്ക് പോകുന്നുണ്ട്, ഒരു തെറ്റുമില്ല. പക്ഷേ അവിടെ കൈക്കുഞ്ഞുങ്ങളുമായിട്ടൊക്കെയും പ്രായമായിട്ടുള്ളവരൊക്കെ ഒരുപാട് ആളുകൾ ദർശനം നടത്താൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള VIPs വരുന്ന സമയത്ത് അവർക്ക് പരിഗണന, ഫസ്റ്റ് പ്രയോറിറ്റി VIPസിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് എത്ര സമയമൊന്നുമില്ല. അവർ വന്ന് സുഗമമായിട്ട് അവരുടെ സന്ദർശനം അല്ലെങ്കിൽ ദർശനം എല്ലാം കഴിയുന്നത് വരെയും അവിടെ നിൽക്കുന്ന ആളുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇവരൊക്കെയാണല്ലോ ജനപ്രതിനിധികൾ. ഇവരെ പോലെ, മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ അവിടെ വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പം നല്ല തിരക്കുണ്ടാവും, നല്ല വെയിറ്റിംഗും ഉണ്ടാവും. മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്ക് എന്താ പറയുക, ലളിതമായിട്ട് ജീവിച്ചാൽ മതി, എനിക്ക് ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ഒന്നും വേണ്ട, Z+ സെക്യൂരിറ്റീസ് ഒന്നും എനിക്ക് വേണ്ട എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇതൊക്കെ ശരിക്കും പ്രാവർത്തികമാകുന്ന ഒരു കാര്യമാണോ എന്നൊരു ചോദ്യം കൂടി ഞാൻ വെക്കുന്നുണ്ട്. കാരണം ഇതൊന്നും ഒരിക്കലും പ്രാവർത്തികമാകാൻ പോകുന്ന ഒരു കാര്യം കൂടിയല്ല. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ നമ്മുടെ ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റനായിട്ട് അല്ലെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ ചുമതല ഏൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? ഇന്ന് ഈ VD സതീശൻ പറഞ്ഞ് കയ്യടി മേടിച്ച ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എടുത്തു പറഞ്ഞത്, എനിക്ക് ഈ പറയുന്ന വലിയൊരു അകമ്പടി, വാഹന വ്യൂഹങ്ങളുടെ അകമ്പടി വേണ്ട, എനിക്ക് ഒരുപാട് ഈ പറയുന്ന അംഗരക്ഷകർ വേണ്ട, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അന്ന് അത് പറഞ്ഞപ്പോൾ ഒരുപാട് കയ്യടിയൊക്കെ ആയിരുന്നു. അന്ന് മാധ്യമങ്ങൾ അധികം അത് കൊട്ടിഘോഷിച്ചില്ല. കാരണം VD സതീശന് കൊടുക്കുന്ന ഒരു പിന്തുണ മാധ്യമങ്ങൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനോ അല്ലെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിക്ക് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെയും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു വിഷയം നമ്മൾ അറിയുന്നത് ഡോക്ടർ അരുൺകുമാറിന്റെ വാക്കുകളിൽ കൂടിയാണ്. റിപ്പോർട്ട് ചാനലിലെ അരുൺകുമാറിന്റെ വാക്കുകളിൽ കൂടിയാണ്. അദ്ദേഹം അത് പറയുമ്പോഴാണ് കേരളത്തിലെ പല ആളുകൾക്കും മനസ്സിലാവുന്നത്, VD സതീശന് വേണ്ടിയിട്ട് കൈയടിച്ച പല ആളുകൾക്കും മനസ്സിലാവുന്നത്, VD സതീശനേക്കാൾ മുൻപ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തത് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തിന് 20, 30, 40 വണ്ടികളുടെ അകമ്പടി എന്നിവരെല്ലാവരും പറയുന്ന ഒരു കാരണമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരിക്കുന്നത്? ശരിക്കും 40 വണ്ടികളിലൊന്നും അദ്ദേഹം പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. 40 വണ്ടികൾ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി പോകുന്ന സമയത്ത് അത്ര ഉണ്ടാവും. മേ ബി രാഷ്ട്രപതി പോകുന്ന സമയത്ത് പോലും 10, 15 വണ്ടികൾക്കകത്തേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി പോകുമ്പോൾ 40
വണ്ടികൾ ഉണ്ടാവുക? ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ? ഒരു ഒരു മര്യാദയൊക്കെ വേണ്ടേ സാറേ തള്ളുമ്പോൾ? 10 വണ്ടികൾ എന്തായാലും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടാവും. 10 വണ്ടിയിൽ 15 വണ്ടി മാക്സിമം നോക്കിക്കോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വകുപ്പുകളിലുള്ള ആളുകളും അവരുടെ വാഹനങ്ങളുടെ പുറകിൽ പോവുകയാണ്. അതൊരിക്കലും മുഖ്യമന്ത്രിയുടെ ഇസഡ്+ കാറ്റഗറിയിൽ അല്ലെങ്കിൽ അവരുടെ ആ സെക്യൂരിറ്റി ആ കാറ്റഗറിയിൽ ഇവരെ കൂട്ടാൻ പറ്റില്ല. ഇവർ അവരുടെ ഒപ്പം ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വയനാട് ഒരു ദുരന്തമുണ്ടായി. ആ ദുരന്ത മുഖത്തേക്ക് മുഖ്യമന്ത്രി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോറസ്റ്റ്, എക്സൈസ് അങ്ങനെയുള്ള എല്ലാ ആളുകളും അവരുടെ കൂടെ ഉണ്ടാവും. പോലീസ് അടക്കം. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഓരോ വകുപ്പും കാണും. റവന്യൂ വകുപ്പ് എന്ന് പറയുന്നത് പോലെ ഓരോ വകുപ്പുകൾ കാണും. ഇങ്ങനെ പോകുന്നവരെ എല്ലാം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോകുന്നവരായിട്ടോ കാണുമ്പോഴാണ് 40ഉം 50ഉം 100ഉം വാഹനങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഒരിക്കലും അത് മുഖ്യമന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നതല്ല. അവരുടെ ആ ഒരു പർട്ടിക്കുലർ ഏരിയ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് പോകുന്നതാണ്. അതിനെ ഒരിക്കലും ആ കൂട്ടത്തിൽ കൂട്ടരുതെന്നുള്ളത് ഓൾറെഡി അരുൺകുമാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന വി.ഡി. സതീശൻ അദ്ദേഹത്തിന് ഈ 4 വാഹനങ്ങൾ മതി, അല്ലെ ഫ്രണ്ടിൽ ഞാൻ പൊക്കോളാം, പുറകിൽ ബാക്കിയുള്ള വാഹനങ്ങൾ വന്നോളും എന്ന് പറയുന്നത് അത് ശരിക്കും പ്രാവർത്തികമാകാൻ പോകുന്ന ഒരു കാര്യമാണോ? ശരിക്കും ഒരു നുണയാണ്. അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട, ഓൾറെഡി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്കൊന്നും ഈ പറയുന്ന സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. പക്ഷേ എപ്പോഴാണ് ആവശ്യം വരുന്നത്? ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു ത്രെറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വധഭീഷണി ഉണ്ടാകുമ്പോൾ. ഇപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വീട്ടിൽ കയറി കൊല്ലുമെന്നും അതേപോലെ തന്നെ RSSന് തലയെടുക്കണമെന്നൊക്കെ പറഞ്ഞ സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇസഡ്+ കാറ്റഗറിയിലേക്കുള്ള ഒരു ടയർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു കാറ്റഗറിയിലുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തതാണ്. ഇപ്പോൾ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഇപ്പോൾ ഒരു ത്രെറ്റും ഇല്ല. അയാളെ ആരും കൊല്ലുമെന്നോ അപായപ്പെടുത്തുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തരം പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടേണ്ടത് ആർക്കാണ്? രമേശ് ചെന്നിത്തലയ്ക്കാണ്. ആ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തായാലും പ്രൊട്ടക്ഷൻ ഉണ്ടാവും. വി.ഡി. സതീശന് പ്രൊട്ടക്ഷൻ അത്രയും കിട്ടിയില്ലെങ്കിലും ഈ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ പോകുന്നത്. കാരണം അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രി, അദ്ദേഹമാണ് പോലീസിനെ അടക്കമുള്ള എല്ലാ സേനകളെയും നിയന്ത്രിക്കാൻ പോകുന്ന ഒരാൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതും ഏറ്റവും കൂടുതൽ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരുന്നതും രമേശ് ചെന്നിത്തലയാണ്. വി.ഡി. സതീശൻ ഒരു മുഖ്യമന്ത്രിയാണെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ റോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ എന്ത് വേണമെങ്കിലും തള്ളാം. എനിക്ക് ഈ പറയുന്ന സെക്യൂരിറ്റി വേണ്ട. വി.ഡി. സതീശന് സെക്യൂരിറ്റി വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ വി.ഡി. സതീശനിലേക്ക് മാത്രം നമ്മൾ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. അല്ല, അതേസമയം രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോകുമ്പോൾ 10, 20, 30 വാഹനങ്ങൾ പോകും. ഈ ഒരു കാര്യത്തിനെ ഒന്നും മനസ്സിലാവാതെയാണ് പല ആളുകളും മെഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എന്തായാലും ഗുരുവായൂരിലെ സംഭവത്തിന്റെ ബാക്കി വീഡിയോ കേൾപ്പിച്ചു തരാം. ആളുകൾ നിൽക്കുമ്പോൾ ഒരാൾ പോലും അവിടെ പ്രതികരിക്കുന്നില്ല. അത് പ്രതികരണ ശേഷിയില്ലാത്ത ആളുകളെ കണ്ടപ്പോഴാണ് കൂടുതൽ സങ്കടം തോന്നിയത്. തൊഴുകാൻ പറ്റാത്തതിലല്ല, എങ്കിൽ കൂടെ VIP വരുമ്പോൾ അവിടെ നേരത്തെ കൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ നമ്മൾ സാധാരണക്കാർ പോകില്ലല്ലോ. എത്ര സീനിയർ സിറ്റിസൺ എല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുട്ടികളെ എല്ലായിടത്തും കുടുങ്ങി നിൽക്കുകയാണ്. ഈ മണിക്കൂർ കണക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ അവർ പോകുന്നവരെ ആളുകൾക്ക് തൊഴുകാൻ പറ്റാത്തത് കൊണ്ട് അത്രയും തിരക്കില് ഇതെന്തായാലും ഇനി അനുവദിച്ചുകൂടാ. ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ പ്രശ്നം അത് സഹിക്കാൻ പറ്റില്ല നമുക്ക്. വെറുതെ ഒരു അമ്പലത്തിൽ പോയി നമ്മൾ വണ്ടി പൈസ മുടക്കി വണ്ടി എടുത്ത് പോണതല്ലേ. ഇത്രയും രൂപ കൊടുത്ത് പാലക്കാട് നിന്ന് ഗുരുവായൂർ വരെ പോകണമെങ്കിൽ വണ്ടിക്ക് പൈസ കൊടുക്കണ്ടേ? അതും വെറുതെ. എന്തായാലും ഇതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാവട്ടെ. ഇത് പല ആളുകളുടെയും പ്രതികരണം എടുത്തുകൊണ്ടാണ് കൈരളി TV രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ശരിക്കും നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്, അല്ലെ ഇതിൽ നമ്മൾ ശരിക്കും കാണേണ്ടത്, കേരളത്തിലേക്ക് പല വാഗ്ദാനങ്ങളും നൽകി, അല്ലെ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ പല രീതിയിൽ മെഴുകിയിരിക്കുന്ന വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇതിൽ ഞാൻ അദ്ദേഹത്തിനെ കുറ്റം പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഇസഡ്+ കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റി അദ്ദേഹത്തിന് അത് കിട്ടുക തന്നെ വേണം. ആ ഒരു സെക്യൂരിറ്റി എന്നതിനേക്കാൾ അപ്പുറം ആ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ പോകുന്ന ഒരു ക്രൗഡ് അദ്ദേഹത്തിന് അത് മനസ്സിലാവും. എന്നാൽ ഈ ക്രൗഡിനെ എല്ലാം ഒരു റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുകയാണോ എന്ന് എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട് കേട്ടോ. നിങ്ങൾക്കത് പലർക്കും തോന്നിയിട്ടുണ്ടാവാം. ഞാൻ പോകുന്നിടങ്ങളിലെല്ലാം വലിയ തിരക്കുകളാണ്. അത് സത്യപ്രതിജ്ഞാ വേദിയിൽ നമ്മൾ കണ്ടതാണ് അല്ലേ. വലിയ തിരക്കാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്യപ്രതിജ്ഞ. എൻ്റെ അടുത്ത് പലരും പറഞ്ഞു ഇതിനു മുൻപും സത്യപ്രതിജ്ഞ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, അന്നൊക്കെ നിങ്ങൾ ഇത്രയും തിരക്ക് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ സമയത്തും പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചത്. ശരിയാണ്, അത്രയും തിരക്ക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, പക്ഷേ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അതേ രീതിയിൽ അദ്ദേഹം പോകുന്നിടത്തെല്ലാം ആൾ കൂടുന്നു. ഇത്രയും സ്വീകാര്യനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണെന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും പറയുന്നത് പോലെയൊന്നുമല്ല പ്രവർത്തിക്കുന്ന എന്നുള്ളൊരു കാര്യം ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പലർക്കും അത് തോന്നിയിട്ടുണ്ടാവാം.
അതായത് പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറൊന്ന്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കാണാം. ഇതിലെന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഞാൻ എടുത്തു പറയുന്ന അദ്ദേഹത്തിൻ്റെ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇങ്ങനെ പറയുന്നതും ചെയ്യുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ കലങ്ങിക്കൊഴിഞ്ഞ് കിടക്കുകയാണ്. ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.